ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. സംസ്ഥാനത്ത് മോട്ടോർ വാഹന പണിമുടക്ക് തുടങ്ങി. KSRTC സർവീസിനെ പണിമുടക്ക് ബാധിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. CPIയെ ദുർബലമാക്കി ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്താമെന്ന് ആരും ചിന്തിക്കേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ദേശീയതലത്തിൽ ഇടതൈക്യം വേണ്ടവിധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടില്ലെന്നും കാനം. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ മായം കലർന്ന വെളിച്ചെണ്ണ വിപണിയിലെത്തുന്നു. വെളിച്ചെണ്ണയിൽ കലർത്തുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഓയിലുകൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസൂൺ കലോത്സവത്തിൽ തൃശൂർ കേരളവർമ്മ കോളേജ് മുന്നിട്ട് നിൽക്കുന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജ് തൊട്ടു പിന്നിൽ. വലപ്പാട് ആനവിഴുങ്ങിയിൽ 2 കിലോ കഞ്ചാവുമായി കുപ്രസിദ്ധ ഗുണ്ടാതലവനും കൂട്ടാളിയും അറസ്റ്റിൽ. നടത്തറ കാച്ചേരി സ്വദേശി കുട്ടിക്കടയൻ രാമദാസ്, അടുപ്പുട്ടി സ്വദേശി ജോമോൻ എന്നിവരാണ് പിടിയിലായത്. ഗുരുവായൂർ മഹാരാജ ജംഗ്ഷനിലെ കാനയ്ക്ക് മുകളിൽ സ്ലാബില്ലാത്തത് മൂലം അപകട ഭീഷണിയേറി. പരസ്പരം പഴിചാരി അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിൽ പ്രതിഷേധം. സംസ്ഥാനത്ത് മോട്ടോർ വാഹന പണിമുടക്ക് ആരംഭിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. BMS ഒഴികെയുള്ള യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ബസ്, ടാക്സി, ഓട്ടോ, ലോറി എന്നിവയാണ് പണിമുടക്കിയിട്ടുള്ളത്. വൈകിട്ട് 6 മണിവരെയാണ് പണിമുടക്ക്. ഇന്ധനവില വർധനവ് മൂലം നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും വർദ്ധിച്ചു. എണ്ണ കമ്പനികൾ പകൽക്കൊള്ള നടത്തുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. വർക്ക്ഷോപ്പ്, സ്പെയർ പാർട്സ് കടകൾ ഉൾപ്പെടെയുള്ള മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഇന്ന് പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. CITU, INTUC, AITUC സംഘടനകളും പങ്കെടുക്കുന്നതിനാൽ KSRTC സർവീസിനെയും പണിമുടക്ക് ബാധിച്ചു. അതേസമയം ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ഈ മാസം 30 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഇതേ ആവശ്യമുന്നയിച്ച് അടുത്ത മാസം 1 മുതൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ധനവില വർധനവിനെതിരെ പ്രഖ്യാപിച്ച വാഹന പണിമുടക്കിനെ പിന്തുണച്ച് വ്യാപാരികളും. പണിമുടക്കിനെ പിന്തുണച്ച് വ്യാപാരികൾ കരിദിനമായി ആചരിക്കുമെന്ന് വ്യാപാരി വ്യവസായി കോൺഫെഡറേഷൻ സംസ്ഥാന കൺവീനർ ബിന്നി എമ്മട്ടി പറഞ്ഞു. ഇന്ധനവില വർധന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും ബിന്നി എമ്മട്ടി പറഞ്ഞു. ഡീസൽ വില വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി കോൺഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കും. മോട്ടോർ വാഹന പണിമുടക്കിന് വ്യാപാരി വ്യവസായി കോൺഫെഡറേഷൻ്റെ പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. പെട്രോൾ ഉൽപ്പന്ന വില വർധനവ് സാധാരണക്കാരേക്കാൾ കൂടുതലായി ഭീകരമായി ബാധിക്കുക വ്യാപാരി വ്യവസായ സമൂഹത്തെയാണ്. അതുമൂലം ചരക്ക് ഉൽപ്പന്നങ്ങളുടെയും എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കുവാനും ഉള്ള ഒരു സാഹചര്യം ഇതുണ്ടാക്കിയെടുക്കും. അതിൻ്റെ ഭാഗമായാണ് കോൺഫെഡറേഷൻ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. തിരുവല്ലോമല വില്യാദ്രി ക്ഷേത്രത്തിൽ വൻ അഗ്നിബാധ. ചുറ്റമ്പലം ഭാഗികമായി കത്തിനശിച്ചു. ഇന്നലെ രാത്രി 8:30ഓടെയാണ് അഗ്നിബാധയുണ്ടായത്. ക്ഷേത്ര ചുറ്റമ്പലത്തിലെ വിളക്കിൽ നിന്ന് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ദീപാരാധനയോടനുബന്ധിച്ച് ക്ഷേത്ര ചുറ്റുവിളക്കുകൾ തെളിയിച്ചിരുന്നു. ആലത്തൂരിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 5ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത്. തീ അണയ്ക്കാനുള്ള വെള്ളം ലഭ്യമാകാത്തതും പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ ഫയർഫോഴ്സ് അടക്കമുള്ളവയ്ക്ക് പ്രയാസം നേരിട്ടതും അപകടത്തിന്റെ ആക്കം കൂട്ടി. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് രാത്രി മണിക്കൂറുകൾ വൈകി നടത്തിയ പരിശ്രമമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീ പടർന്നു പിടിച്ച സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സംഭവമറിഞ്ഞ് വിവിധയിടങ്ങളിൽ നിന്ന് ഭക്തരടക്കമുള്ള നിരവധി പേരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ജനപ്രതിനിധികളും ജില്ലാ റൂറൽ SP യതീഷ് ചന്ദ്ര അടക്കമുള്ളവരും സംഭവസ്ഥലത്ത് എത്തി. BMSന്റെ നേതൃത്വത്തിലുള്ള മോട്ടോർ വാഹന തൊഴിലാളികൾ തൃശൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം. BMS ജില്ലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MM വത്സൻ അധ്യക്ഷത വഹിച്ചു.
CPIയെ ദുർബലമാക്കി ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്താമെന്ന് ആരും ചിന്തിക്കേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ആരനാട്ടുകര ടാഗോർ ഹാളിൽ CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാനം രാജേന്ദ്രൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും കക്ഷി ദുർബലമായാൽ മുന്നണി ശക്തമാകും എന്നൊരു ധാരണ CPIയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതേസമയം CPI ദുർബലമായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടും എന്നൊരു ധാരണ മറ്റാർക്കും പാടില്ല. ഇതെല്ലാം എല്ലാവരും ഇടതുപക്ഷം ശക്തിപ്പെടുകയും അതൊരു ബദൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഇന്ത്യയിൽ ഒരു മാതൃകയായിട്ട് പോകാൻ സാധിക്കും. ദേശീയ തലത്തിൽ ഇടത് ഐക്യം വേണ്ടവിധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇടത് ഐക്യത്തിനായുള്ള ദേശീയ കോർഡിനേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. BJPയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ മതനിരപേക്ഷ ശക്തികളുടെ പൊതുവേദി ആവശ്യമാണ്. ഇതിനായി ബദൽ രാഷ്ട്രീയ സഖ്യവും അനിവാര്യമാണ്. അതിനെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി കൂട്ടുകൂടാനുള്ള ശ്രമമായി കാണേണ്ടതില്ല. രാഷ്ട്രീയ സഖ്യവും തെരഞ്ഞെടുപ്പ് സഖ്യവും രണ്ടാണ്. സാഹചര്യങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിക്കുന്ന അടവ് നയത്തെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം. മുഖ്യശത്രുവിനെ നിർണ്ണയിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോഴൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇടതുമുന്നണി ശക്തിപ്പെടുന്നതിന് സമാന്തരമായി CPIയും ശക്തിപ്പെടണം. മൻമോഹൻ സിംഗും നരേന്ദ്രമോദിയും നടപ്പാക്കിയ നയങ്ങളല്ല LDF നടപ്പാക്കേണ്ടതെന്നും കാനം വ്യക്തമാക്കി. പ്രൊഫസർ മീനാക്ഷി തമ്പാൻ സമ്മേളനത്തിന് പതാക ഉയർത്തി. KE ഇസ്മായിൽ, CN ജയദേവൻ MP, KP രാജേന്ദ്രൻ, മന്ത്രിമാരായ VS സുനിൽകുമാർ, P തിലോത്തമൻ, K രാജൻ MLA, ET ടൈസൺ MLA, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. 337 പ്രതിനിധികളാണ് 2 ദിവസമായി സംഘടിപ്പിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. മടങ്ങിവരാം ഇടവേള കഴിഞ്ഞ്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ മായം കലർന്ന വെളിച്ചെണ്ണ വിപണിയിലെത്തുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഓയിലുകളാണ് വെളിച്ചെണ്ണയിൽ കലർത്തുന്നത്. കേര ഫൈൻ, കേര പ്യുവർ ഗോൾഡ്, അഗ്രോ കോക്കനട്ട് ഓയിൽ, കുക്ക് പ്രൈഡ് കോക്കനട്ട് ഓയിൽ എന്നീ 4 ബ്രാൻഡ് വെളിച്ചെണ്ണ എറണാകുളം ഫുഡ് സേഫ്റ്റി കമ്മീഷണർ നിരോധിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഈ വെളിച്ചെണ്ണയിൽ മായമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണിത്. പല ബ്രാൻഡുകളിലായി 2 ഡസനിലേറെ വെളിച്ചെണ്ണ പാക്കറ്റുകളിലാക്കി വിപണിയിലെത്തുന്നുണ്ട്. ഇവയിൽ നല്ലതേത് ചീത്തയേത് എന്ന് തിരിച്ചറിയാനാകാത്ത ഉപഭോക്താക്കൾക്ക് നഷ്ടമാകുന്നത് ആരോഗ്യമാണ്. നിറത്തിലും മണത്തിലും വെളിച്ചെണ്ണയുടേതുപോലെ, പക്ഷേ ഗുണത്തിലില്ല. കോട്ടൺ സീഡ് ഓയിൽ മുതൽ മിനറൽ ഓയിൽ വരെ കലർത്തിയാണ് വ്യാജന്റെ വരവ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവ സൃഷ്ടിക്കുന്നത്. ഒരു വർഷത്തിനിടെ ലിറ്ററിന് 100 രൂപ മുതൽ 150 രൂപ വരെയാണ് വെളിച്ചെണ്ണ വില വർദ്ധിച്ചത്. ഇതോടെയാണ് വ്യാജന്മാരുടെ കുത്തൊഴുക്ക് തുടങ്ങിയത്. വൻ ലാഭം കുതിച്ചെത്തുന്ന ഇക്കൂട്ടർ വെളിച്ചെണ്ണയുടെ പേരിൽ പല ഓയിലുകളും വിപണിയിലെത്തിക്കുന്നു. കഴിഞ്ഞ വർഷം 14 ബ്രാൻഡുകൾ വരെ മായം മൂലം നിരോധിച്ചിരുന്നു. ഇവർ പേരുമാറ്റി വീണ്ടും വ്യാജനെ പാക്കറ്റിലാക്കി വിപണിയിൽ തിരിച്ചെത്തുകയാണ് പതിവ്. വെളിച്ചെണ്ണയിൽ മായം കലർന്നിട്ടുണ്ടോ എന്നറിയാൻ ഭക്ഷ്യവിഭാഗം തന്നെ ഒരു പരീക്ഷണം ഉപഭോക്താക്കൾക്ക് മുന്നിൽ വെക്കുന്നു. ഒരു ഗ്ലാസിന്റെ പകുതി വെളിച്ചെണ്ണയെടുത്ത് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക. അരമണിക്കൂറിന് ശേഷം പുറത്തെടുത്താൽ മുഴുവൻ തണുത്തുറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ശുദ്ധമാണ്. കട്ട പിടിക്കാതെ ദ്രാവക രൂപത്തിൽ മുകളിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ മായം കലർന്നിട്ടുണ്ടെന്നർത്ഥമെന്ന് ഇവർ പറയുന്നു. വീട്ടിൽ തന്നെ തേങ്ങ കൊപ്രയാക്കി ആട്ടിയെടുത്ത വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വ്യാജനെ ഭയക്കാതെ കഴിയാം. മുൻകാലങ്ങളിലെ ഈ രീതിയിലേക്ക് മടങ്ങുന്നവർ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCV. ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിൽ തൃശൂർ കേരളവർമ്മ കോളേജ് മുന്നേറ്റം തുടരുന്നു. 58 പോയിന്റ് നേടിയാണ് കേരളവർമ്മ മുന്നിട്ട് നിൽക്കുന്നത്. തൃശൂർ സെന്റ് തോമസ് കോളേജ് 48 പോയിന്റുകളോടെ 2ാം സ്ഥാനത്തുണ്ട്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റാണ് 35 പോയിന്റോടെ 3ാം സ്ഥാനത്ത്. കൊടകര സഹൃദയ കോളേജാണ് 4ാം സ്ഥാനത്തുള്ളത്. ഭരതനാട്യം മാത്രമാണ് ചൊവ്വാഴ്ച നടന്ന സ്റ്റേജിന മത്സരം. ബുധനാഴ്ച കലോത്സവത്തിന് അവധിയായിരിക്കും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് പ്രധാന മത്സരങ്ങൾ. ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്വദേശിയായ വയോധികനെ കാണാതായതായി പരാതി. ഇരിങ്ങപ്പുറം പൗർണമി നഗറിൽ മാങ്ങോട്ട് വീട്ടിൽ 70 വയസ്സുള്ള കൊച്ചുമോനെയാണ് കാണാതായത്. കാണാതാകുമ്പോൾ ചുവപ്പ് ബനിയനും കാവി നിറത്തിലുള്ള മുണ്ടുമാണ് വേഷം. മെലിഞ്ഞ ശരീരവും കറുത്ത നിറവുമുള്ള കൊച്ചുമോൻ മാനസിക അസ്വാസ്ഥ്യമുള്ളയാളാണ്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 9656581683 അല്ലെങ്കിൽ 9526547045 എന്നീ നമ്പറുകളിലോ അറിയിക്കുക.
വലപ്പാട് ആനവിഴുങ്ങിയിൽ 2 കിലോ കഞ്ചാവുമായി കുപ്രസിദ്ധ ഗുണ്ടാത്തലവനും കൂട്ടാളിയും അറസ്റ്റിൽ. നടത്തറ കാച്ചേരി പുത്തൻവീട്ടിൽ രാമദാസ് എന്ന കുട്ടിക്കടിയൻ രാമദാസ്, കൂട്ടാളി കുന്നംകുളം അടുപ്പൂട്ടി ചുങ്കത്ത് ജോമോൻ എന്നിവരെയാണ് വലപ്പാട് പോലീസും ഡൻസാഫ് സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ തീരമേഖലയിൽ നിന്ന് വലപ്പാട് പോലീസ് പിടികൂടിയത് 20 കിലോ കഞ്ചാവ്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ വലപ്പാട് ആനവിഴുങ്ങിക്ക് പടിഞ്ഞാറ് റോഡിൽ വെച്ചാണ് രാമദാസും ജോമോനും പിടിയിലായത്. ഇവരുടെ കൈവശം ബാഗിനകത്ത് സൂക്ഷിച്ചിരുന്ന 2 കിലോ കഞ്ചാവും സഞ്ചരിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ കടവി രഞ്ജിത്തിന്റെ എതിർ സംഘത്തിലുള്ളവരാണ് പിടിയിലായ രാമദാസും ജോമോനും. വീടുകളിൽ പോകാതെ പാടങ്ങളിൽ താമസിച്ചാണ് ഇവരും കഞ്ചാവ് കച്ചവടം നടത്തുന്നത്. ജില്ലയിൽ ഒല്ലൂർ, മണ്ണുത്തി, ഗുരുവായൂർ, കുന്നംകുളം, വലപ്പാട്, അന്തിക്കാട് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ കള്ളനോട്ട്, കൊലപാതക ശ്രമം, അടിപിറി, പിടിച്ചുപറി എന്നിവയടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് രാമദാസ്. പ്രതികളെ ബുധനാഴ്ച രാവിലെ തൃശൂർ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും. ഗുരുവായൂർ മഹാരാജ ജംഗ്ഷനിലെ കാനയ്ക്ക് മുകളിൽ സ്ലാബ് ഇല്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. അപകടം പതിവാകുമ്പോഴും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നത് നാട്ടുകാർക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി. ഗുരുവായൂർ കിഴക്കേ നടയെയും പടിഞ്ഞാറേ നടയെയും ബന്ധിപ്പിക്കുന്ന ഔട്ടർ റിംഗ് റോഡിലെ മഹാരാജ വളവിലാണ് അപകടം പതുങ്ങിയിരിക്കുന്നത്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലെ ചീറിപ്പായുന്നത്. വാഹനങ്ങളും കാൽനട യാത്രികരും ഈ കാനയിലേക്ക് വീഴുന്നത് നിത്യസംഭവമാണ്. ഈ ഭാഗത്ത് റോഡിന് വേണ്ടത്ര വീതിയില്ലാത്തതിനാൽ പടിഞ്ഞാറേ നടയിൽ നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രികർക്ക് റോഡിൽ നിന്ന് ഇറങ്ങി നടക്കാനാവില്ല. എതിരെ വാഹനങ്ങൾ വരുമ്പോൾ പടിഞ്ഞാറേ നടയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അരികു ചേർത്തെടുക്കുന്നതിനാൽ കാൽനട യാത്രികരുടെ ദേഹത്ത് തട്ടുകയോ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ കാനയിൽ വീഴുകയോ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം ഇത്തരത്തിൽ ലോട്ടറി ജീവനക്കാരൻ ബസ് തട്ടി വീണ് കാനയിൽ വീണ് മരിച്ചിരുന്നു. കാനയ്ക്ക് വീതിയും ആഴവും ഉള്ളതിനാൽ വീഴുന്നവർക്ക് കാര്യമായി പരിക്കേൽക്കാറുണ്ട്. 2 ആഴ്ച മുൻപ് കാനയിൽ വീണ കാൽനട യാത്രികൻ ഇപ്പോഴും ചികിത്സയിലാണ്. സെപ്റ്റിക് ടാങ്കിൽ നിന്നടക്കമുള്ള മാലിന്യങ്ങൾ ഉള്ളതിനാൽ ദുർഗന്ധം മൂലം കാനയിൽ വീണവരെ രക്ഷിക്കാനും ആരും തയ്യാറാകുന്നില്ല. അപകടകരമായ വളവറിയാതെ വരുന്ന വാഹനങ്ങളും കാനയിലേക്ക് വീഴുന്നത് പതിവാണ്. കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. കാനയുടെ വീതി കുറച്ച് മുകളിൽ സ്ലാബ് ഇടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇക്കാര്യത്തിനായി നാട്ടുകാർ അധികൃതരെ സമീപിച്ച് മടുത്തിരിക്കുകയാണ്. നഗരസഭയെ സമീപിച്ചാൽ കാന പൊതുമരാമത്തിന്റേതാണെന്ന് പറയും. പൊതുമരാമത്തിനെ സമീപിച്ചാൽ ദേവസ്വം ഉടമസ്ഥതയിലുള്ളതാണെന്ന് പറഞ്ഞ് കൈമലർത്തും. നഗരസഭയോ പൊതുമരാമത്ത് വകുപ്പോ ആണ് നടപടി സ്വീകരിക്കേണ്ടതെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. പരസ്പരം പഴിചാരാതെ ബന്ധപ്പെട്ട വകുപ്പ് ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാണ്. ഈ അക്ഷയയിലേക്ക് വരുന്ന വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ബസ് വന്നാൽ ഉടനടി കാനയിലേക്കാണ് പോകുന്നത്. ഇതിന് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് യാതൊരു ഇതും ഇതുവരെ ഉണ്ടായിട്ടില്ല. മുനിസിപ്പാലിറ്റിയോട് ചോദിച്ചപ്പോൾ മുനിസിപ്പാലിറ്റി പറഞ്ഞത് ഞങ്ങളുടെ അല്ല, PWD ആണ്. PWD ചോദിച്ചപ്പോൾ അവരല്ല, മുനിസിപ്പാലിറ്റിയാണ്. ഇവരെങ്ങനെയാക്കിയാലും എല്ലാ ദിവസവും 2 വീലറുകൾ വീഴുമ്പോൾ കയറ്റിയെടുക്കാൻ ചെളിയിൽ ഇറങ്ങാനൊക്കെ ഞങ്ങളെ ഉള്ളു. അപ്പൊ അതിനൊരു അറുതി വരണമെന്നേ ആഗ്രഹമുള്ളൂ. TCV ഗുരുവായൂർ. എടത്തിരുത്തിയിൽ വീട് കുത്തി തുറന്ന മോഷണം. 50,000 രൂപ മോഷ്ടാക്കൾ കവർന്നു. എടത്തിരുത്തി ബ്രഹ്മകുളം ആലിസ് ജൂനിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ 2 അലമാരകളിലായി സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷ്ടിച്ചത്. സംഭവ സമയം വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്നു. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വാക്കുകൾ കൊണ്ട് ഒരു ജനതയ്ക്ക് നേർവഴി കാണിച്ച അഴീക്കോട് മാഷിന്റെ വേർപാടിന് 6 വയസ്സ്. 2012 ജനുവരി 24-നാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് വിട പറഞ്ഞത്. സാഹിത്യ വിമർശകൻ, തത്വചിന്തകൻ, എഴുത്തുകാരൻ, മികച്ച പ്രഭാഷകൻ. അഴീക്കോട് മാഷിനെക്കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. പക്ഷേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ വിശേഷണങ്ങൾക്കും അതീതനായിരുന്നു അഴീക്കോട് മാഷ്. ഏത് വിഷയത്തിലും വഴികാട്ടാൻ മാഷുണ്ടായിരുന്നു. സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ എല്ലാ വിഷയങ്ങളിലും വാക്കുകൾ കൊണ്ട് പോരാടിയ പോരാളി. തെറ്റുകൾക്കെതിരെ നിശിതമായ വിമർശനത്തിന്റെ കൂരമ്പുകൾ നിരന്തരം തൊടുത്തുവിട്ട പടത്തലവൻ. സുകുമാർ അഴീക്കോട് വിട പറഞ്ഞത് 2012 ജനുവരി 24-നാണ്. എന്തും വെട്ടിത്തുറന്ന് പറയാൻ മാഷിന് ഒരു മടിയുമില്ലായിരുന്നു. ജീവിതത്തിൽ വലിയ പങ്ക് അധ്യാപകനായി ജോലി ചെയ്ത അഴീക്കോട് ഒരു ജനതയുടെ മുഴുവൻ അധ്യാപകനായി മാറി. ഓരോ വിഷയത്തിലും മലയാളി അഴീക്കോട് മാഷിന്റെ പ്രതികരണത്തിനായി കാതോർത്തിരുന്നു. മാഷുടെ പ്രഭാഷണം കേൾക്കാൻ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് എത്താറുള്ളവരുണ്ട്. ശാന്തമായി തുടങ്ങി ശ്രോതാക്കളെ ആവേശ കൊടുമുടിയേറ്റുന്ന മാഷിന്റെ ശൈലിക്ക് സാഗരഗർജനം എന്ന വിശേഷണം കൂടിയുണ്ടായിരുന്നു. ജന്മം കൊണ്ട് കണ്ണൂർക്കാരനെങ്കിലും മാഷിന്റെ കർമ്മമണ്ഡലം തൃശൂരായിരുന്നു. പുരസ്കാരങ്ങൾ കുറച്ചൊന്നുമല്ല മാഷെ തേടിയെത്തിയത്. പത്മ ബഹുമതി തിരസ്കരിച്ചതിൽ പോലും മാഷുടെ വേറിട്ട വ്യക്തിത്വത്തെ മലയാളി കണ്ടു. ഇന്നും പൊതുവിഷയങ്ങളിൽ പ്രതികരിക്കാൻ മാഷില്ലാത്തതിന്റെ വിടവ് മലയാളി അറിയുന്നുണ്ട്.
പയ്യന്നൂർ കടപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോഴും പുത്തൂരിലെ വീട്ടിൽ നിശബ്ദ സാന്നിധ്യമായി മാഷുണ്ടെന്ന് വിശ്വസിക്കാനാണ് തൃശൂരിനിഷ്ടം. സാംസ്കാരിക നായകനെ നെഞ്ചിലേറ്റിയ തൃശൂർ ജനതയ്ക്കിഷ്ടം. TCV തൃശൂർ. അയനം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് അനുസ്മരണ സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല തൃശൂർ പ്രാദേശിക കേന്ദ്രത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ അഴീക്കോടിന്റെ പ്രതിവിമർശന രീതികൾ എന്ന വിഷയത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം ബാലചന്ദ്രൻ വടക്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി. അയനം സാംസ്കാരിക വേദി ചെയർമാൻ വിജേഷ് എടക്കുന്നി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NR ഗ്രാമപ്രകാശ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അഴീക്കോട് വ്യക്തിയും അധ്യാപകനും എന്ന വിഷയത്തിൽ ഡോക്ടർ റോസി തമ്പി പ്രഭാഷണം നടത്തി. ഡോക്ടർ R ശ്രീലതാവർമ്മ, ഡോക്ടർ M കൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. വാർത്തകളിലേക്ക്. യുവമോർച്ച മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായൽ കയ്യേറ്റത്തിനെതിരെ നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിന് ഇടയാക്കി. മരതിയൂർ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പുഴയോരം വ്യാപകമായി കയ്യേറിയിട്ടുള്ള കാളാനി പുഴയോരത്തിന് സമീപം പോലീസ് തടഞ്ഞു. കയ്യേറ്റ ഭൂമിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. BJP യുവമോർച്ച നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിവിൻ വാടാനപ്പള്ളി അധ്യക്ഷനായിരുന്നു. സുധീഷ് മേനോത്തുപറമ്പിൽ, അജീഷ് അമ്പാടി, ഷൈൻ നെടിയിരിപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി, ഒരുമനയൂർ പഞ്ചായത്തുകളിലെ തീരദേശ മേഖലയിൽ സ്വകാര്യ വ്യക്തികൾ വ്യാപകമായി ഭൂമി കയ്യേറിയതായും ഭൂമിയുടെ രൂപഘടന മാറ്റിയതായും യുവമോർച്ച പ്രവർത്തകർ ആരോപിച്ചു. കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തകളുടെ മാല മോഷ്ടിച്ച പ്രതി 15 മാസത്തിന് ശേഷം പിടിയിൽ. പൊള്ളാച്ചി സ്വദേശി കാർത്തികിന്റെ ഭാര്യ വിശാലാക്ഷിയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ സെപ്റ്റംബർ 25-നായിരുന്നു സംഭവം. ക്ഷേത്ര ദർശനത്തിനെത്തിയ എടവിലങ്ങ് സ്വദേശിനിയുടെ 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും പത്തനംതിട്ട സ്വദേശിനിയുടെ 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയുമാണ് കവർന്നത്. അന്വേഷണത്തിൽ ക്ഷേത്രത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ തിരിച്ചറിഞ്ഞുവെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം വൈക്കം ക്ഷേത്രത്തിൽ മാല മോഷണ ശ്രമത്തിനിടെ പോലീസിന്റെ പിടിയിലായ വിശാലാക്ഷിയെ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയത്തിന് നേർക്ക് വീണ്ടും സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരുന്ന ക്രിസ്തുവിന്റെ ക്രൂശിത രൂപം കല്ലേറിൽ ഭാഗികമായി തകർന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5:30-യോടെയാണ് തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുൻപിലെ പള്ളിയിലെ ക്രൂശിത രൂപത്തിന് നേർക്ക് ആക്രമണം നടന്ന വിവരം വിശ്വാസികൾ അറിയുന്നത്. കരിങ്കല്ല് കൊണ്ടുള്ള ഏറിൽ ക്രൂശിത രൂപത്തിന്റെ വലത് കൈപ്പത്തിയും ഇടതുകാലിന്റെ ഒരു ഭാഗവും തകർന്നു. ആക്രമണത്തിന് ഉപയോഗിച്ച കല്ല് അൾത്താരയ്ക്ക് മുൻപിൽ നിന്ന് കണ്ടെടുത്തു. വിവരമറിഞ്ഞ് വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി. ദേവാലയത്തിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയിൽ അക്രമിയുടെ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തൃപ്രയാറിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യം ഉള്ളതായാണ് പോലീസ് സംശയിക്കുന്നത്. ഇയാളെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു. ഇത് 3-ാം തവണയാണ് ക്രൂശിത രൂപം കല്ലെറിഞ്ഞ് തകർക്കാൻ ശ്രമം നടക്കുന്നത്. പിന്നീട് പോലീസിന്റെ കൂടി നിർദ്ദേശപ്രകാരം ദേവാലയത്തിന് അകത്തും പുറത്തുമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയായിരുന്നു. ജില്ലയിലെ പെട്രോൾ പമ്പുകളിൽ ലീഗൽ മെട്രോളജി വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പരിശോധനയിൽ ഡീസലിന്റെ അളവിൽ കുറവ് കണ്ടെത്തിയ സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. പരിശോധനയ്ക്ക് ഫ്ലൈയിംഗ് സ്ക്വാഡ് അസിസ്റ്റന്റ് കൺട്രോളർ സേവ്യർ P ഇഗ്നീഷ്യസ് നേതൃത്വം നൽകി. സുവർണ ജൂബിലിയുടെ നിറവിലുള്ള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ചരിത്രം വിളിച്ചോതി നടത്തുന്ന പ്രദർശന വാഹനത്തിന് സാംസ്കാരിക നഗരിയിൽ ഊഷ്മള വരവേൽപ്പ് നൽകി. 1967 EMS മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന PK കുഞ്ഞുസാഹിബാണ് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ തലത്തിൽ ഭാഗ്യക്കുറി ആരംഭിക്കുന്നത്. അന്നു മുതൽ സംസ്ഥാന സർക്കാരിന്റെ നികുതിയേതര വരുമാനത്തിൽ മുൻനിരയിലുള്ള ഈ വകുപ്പ് ഒരു വലിയ തൊഴിൽ മേഖല കൂടിയാണ് വിഭാവനം ചെയ്തത്. ഇന്നിത് അന്ധരും അംഗപരിമിതരുമായ 10,000ങ്ങളുടെ ജീവനോപാധിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 1 രൂപ കൊടുത്ത് 1 ലക്ഷം രൂപ സമ്മാനമായി വാങ്ങുന്ന ഭാഗ്യക്കുറിയുടെ കെട്ടിലും മട്ടിലുമെല്ലാം മാറ്റങ്ങൾ വന്നു. ഈ മാറ്റങ്ങളെയെല്ലാം ഒരു ചരിത്ര പുസ്തകം കണക്കെ കൺമുൻപിലെത്തിച്ച് പരിചയപ്പെടുത്തുകയാണ് വകുപ്പിന്റെ ഈ പ്രദർശന വാഹനം. ആദ്യ ഭാഗ്യക്കുറി, 1 രൂപ ഭാഗ്യക്കുറി, ഓണം, ക്രിസ്മസ് അടക്കമുള്ള വിശേഷാഘോഷങ്ങൾക്ക് ആശംസ നേർന്നുകൊണ്ടുള്ള ഭാഗ്യക്കുറി, ബമ്പർ അംബാസഡർ കാർ സമ്മാനമായ ഭാഗ്യക്കുറി, ഇങ്ങനെ മാറ്റങ്ങളുടെ നിരയെ കാഴ്ചക്കാരിലേക്ക് എത്തിച്ചും
കാരുണ്യ പ്രവർത്തനങ്ങളും സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പരിപാടികൾ നടപ്പിലാക്കുന്നതിനുള്ള ഉപാധിയായി മാറിയ ഭാഗ്യക്കുറിയുടെ സമകാലിക പ്രസക്തിയും ചരിത്ര പ്രദർശനത്തെ കാമ്പുള്ളതാക്കുന്നു. 50 വർഷം പൂർത്തീകരിച്ച സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് വകുപ്പിന്റെ പ്രദർശന വാഹനം ജില്ലയിൽ പര്യടനം നടത്തിയത്. തൃശൂരിലെത്തിയ വാഹനം വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ പൊതുജനങ്ങൾക്ക് പ്രദർശനാവസരമൊരുക്കി. ഭാഗ്യക്കുറിയുടെ ചരിത്രം വിവരിക്കുന്ന പ്രദർശനം മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ MS സമ്പൂർണ്ണ, മുൻ MLA ബാബു M പാലിശ്ശേരി, ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ KS ഗോപി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി പേരാണ് പ്രദർശനം വീക്ഷിച്ചറിയാനെത്തിയത്. TCV തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ബാലാവകാശ കമ്മീഷന്റെ പേരിൽ വ്യാജ അപ്പീലുകളുമായി മത്സരാർത്ഥികൾ എത്തിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നു. വ്യാജ അപ്പീൽ കേസുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ ഓഫീസിലെ ജീവനക്കാരുടെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി. തിരുവനന്തപുരത്തെ കമ്മീഷന്റെ ഓഫീസിലെത്തിയാണ് ക്രൈംബ്രാഞ്ച് SP PN ഉണ്ണിരാജയുടെ നേതൃത്വത്തിൽ മൊഴിയെടുത്തത്. അതേസമയം കേസിൽ അറസ്റ്റിലായ നൃത്താധ്യാപകരുടെ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. ആമ്പലൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്താൻ ശ്രമിക്കുന്നതിനിടെ തമിഴ്നാട് സ്വദേശിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തിരുപ്പൂർ സ്വദേശി ജീവനന്ദനാണ് പുതുക്കാട് പോലീസിന്റെ പിടിയിലായത്. ആമ്പലൂർ വില്ലേജ് കോർട്ട് റോഡിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ വാതിൽ കുത്തിപ്പൊളിക്കുന്നതിനിടെ നാട്ടുകാർ ശബ്ദം കേട്ട് എത്തുകയായിരുന്നു. ഭയന്നോടിയ ഇയാളെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ശനിയാഴ്ച തലൂർ ഇടുത്തൻ ആന്റണിയുടെ വീട്ടിൽ മോഷണം നടത്തിയതായി ഇയാൾ സമ്മതിച്ചു. മൊബൈൽ ഫോൺ, 2 വാച്ചുകൾ, ടോർച്ച് എന്നിവയാണ് മോഷ്ടിച്ചത്. പോലീസ് പിടികൂടുമ്പോൾ പൂട്ട് തുറക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് ദണ്ട്, സ്ക്രൂ ഡ്രൈവർ എന്നിവ ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. മോഷ്ടിച്ച ഒരു വാച്ച് ഒഴികെ മറ്റ് സാധനങ്ങളെല്ലാം പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മലയാള സിനിമയിലെ ഗന്ധർവന്റെ ഓർമ്മകൾക്ക് 27 വയസ്സ്. ഒരു ജനുവരി 23-നായിരുന്നു P. പത്മരാജന്റെ ശാപമേറ്റ് ഭൂമിയിലെത്തിയ ഗന്ധർവന്റെ കഥ പറഞ്ഞ പത്മരാജന്റെ തിരക്കഥകൾക്ക് ആത്മാവിനെ തൊടാനുള്ള മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു. സാഹിത്യകാരൻ സിനിമാക്കാരനായപ്പോൾ സിനിമയിൽ അതിൻ്റെ ഭാവതീവ്രത മലയാളികൾക്ക് ലഭിച്ചു. പത്മരാജൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച തൂവാനത്തുമ്പികൾ മാത്രം മതി പത്മരാജനെ അമരനാക്കാൻ. ഞാൻ ക്ലാരെ മാരിയട്ടെ. വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണം. കടലിൽ പോണം. ശക്തമായ ഭാഷയിൽ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ എഴുതാനും അത് സിനിമയിൽ പകർത്താനുമുള്ള പത്മരാജന്റെ കഴിവ് താരതമ്യങ്ങളില്ലാത്തതായിരുന്നു. മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം 4 തവണയാണ് പത്മരാജന് ലഭിച്ചത്. രതിനിർവേദവും തകരയുമെല്ലാം പത്മരാജന്റെ തൂലികയിൽ നിന്നാണ് പിറന്നത്. കള്ളൻ പവിത്രൻ, ഒരിടത്തൊരു ഫയൽ വാൻ, 3-ാം പക്കം തുടങ്ങി അവിസ്മരണീയമാക്കിയ നിരവധി ചിത്രങ്ങളും സംവിധാനം ചെയ്തു. പ്രമേയത്തിലും ആഖ്യാനത്തിലും അവതരണത്തിലും വ്യത്യസ്തത പുലർത്തിയ ഗന്ധർവനായിരുന്നു പത്മരാജൻ. പത്മരാജന്റെ തന്നെ ലോല എന്ന കഥയ്ക്കൊടുവിൽ ഇങ്ങനെ വായിക്കാം: വീണ്ടും കാണുക എന്നൊന്നുണ്ടാവില്ല, നീ മരിച്ചതായി ഞാനും, ഞാൻ മരിച്ചതായി നീയും കരുതുക, ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമാ. സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ 10ാമത് പതിപ്പ് തൃശൂരിൽ പുരോഗമിക്കുന്നു. നാടകോത്സവത്തിന്റെ 4ാം ദിനമായ ചൊവ്വാഴ്ച UK-യിൽ നിന്നുള്ള മൈ ബോഡി വെൽസ്, ബോർഡർ ലൈൻ, ഇന്ത്യൻ നാടകങ്ങളായ ഔട്ട്കാസ്റ്റ്, നിദ്രാവധം എന്നീ നാടകങ്ങളാണ് അരങ്ങിലെത്തിയത്. മൈ ബോഡി വെൽസിന്റെ 2 അവതരണം ഉൾപ്പെടെ 5 അവതരണങ്ങളാണ് 4ാം ദിനത്തെ സമ്പന്നമാക്കിയത്. ഇതിനു പുറമെ നടന്ന മീറ്റ് ദി ആർട്ടിസ്റ്റും സെമിനാറും നാടകാസ്വാദകരാൽ ശ്രദ്ധേയമായി. പാറ്റ്നയിൽ നിന്നുള്ള രൺധീർ കുമാർ സംവിധാനം ചെയ്ത 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഔട്ട്കാസ്റ്റ് എന്ന നാടകം ജാതി വിവേചനത്തിന്റെ കെടുതികൾ തുറന്നു കാട്ടുന്നതായി. കീഴാള പരിപ്രേക്ഷ്യത്തിന് ശക്തമായ വാതിൽ തുറന്ന ശരൺകുമാർ ലിംബാളയുടെ ആത്മകഥയുടെ നാടകാവിഷ്കാരം കൂടിയായ ഈ നാടകം ജാതി വിവേചനം ഒരു രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയുമെല്ലാം സാരമായി ബാധിക്കുന്നു എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. റീജിയണൽ തിയേറ്ററിൽ നടന്ന നാടകം വീക്ഷിക്കാനെത്തിയത് നിറഞ്ഞ സദസ്സാണ്. നാടകങ്ങൾക്ക് ശേഷം അനിത ഷെയ്ഖിന്റെ
സുഫിയാന സംഗീതവും അരങ്ങേറി. നാടകോത്സവത്തിന്റെ 5ാം ദിനമായ ബുധനാഴ്ച 4 ഇന്ത്യൻ നാടകങ്ങളും തൃശൂരിന്റെ ട്രാൻസ്ഫോർമേഷനും 2 വിദേശ നാടകങ്ങളും അടക്കം 8 അവതരണങ്ങളാണ് നടക്കുക. കൂടാതെ അർജുന നൃത്തവും അരങ്ങേറും. ഇടവേള. ശ്രീ കേരളവർമ്മ കോളേജിൽ CN ജയദേവൻ MP വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സെമിനാർ ഹാൾ തുറന്നു. ഹാളിന്റെ ഉദ്ഘാടനം CN ജയദേവൻ MP നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് അംഗം KN ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി VA ഷീജ, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ CM ലത, സ്റ്റാഫ് ക്ലബ് പ്രസിഡന്റ് പ്രൊഫസർ TK രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജുഡീഷ്യറിയിലെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ശീവേലിക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ദേവസ്വം ഭരണസമിതിയുടെ പ്രഥമ യോഗം തീരുമാനിച്ചു. ഇനി മുതൽ ശീവേലി സമയത്ത് ഭക്തർക്ക് നാമജപവുമായി അനുഗമിക്കാൻ സൗകര്യമൊരുക്കും. ഈ സമയം സുരക്ഷയ്ക്കായി കൂടുതൽ ജീവനക്കാരെ നിയമിക്കും. കഴിഞ്ഞ ഡിസംബർ 10-ന് ക്ഷേത്രത്തിനുള്ളിൽ ആനയിടഞ്ഞ് പാപ്പാനെ കുത്തിയതിനെ തുടർന്ന് ശീവേലി സമയത്ത് ഭക്തരെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞിരുന്നു. ദശാബ്ദങ്ങളായി ശീവേലി സമയത്ത് നാമജപവുമായി അനുഗമിക്കുന്ന രീതിയാണ് കഴിഞ്ഞ ഭരണസമിതി നിർത്തലാക്കിയത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടന്ന അഷ്ടമംഗല പ്രശ്നത്തിലും ശിവേലിക്ക് ആളെ നിയന്ത്രിക്കുന്ന രീതി പിൻവലിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ആനത്താവളത്തിലെ അതിപുരാതനമായ പുന്നത്തൂർ കൊട്ടാരം പൗരാണികത നിലനിർത്തി സംരക്ഷിക്കാൻ പുരാവസ്തു വകുപ്പിനോട് ആവശ്യപ്പെടാനും ഭരണസമിതി തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ തദ്ദേശീയർക്ക് ദർശനത്തിന് പ്രത്യേക വരി സംവിധാനം ഏർപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. നിലവിൽ തദ്ദേശീയർക്കുണ്ടായിരുന്ന സമയ നിയന്ത്രണം ഇനി ഉണ്ടാവില്ല. നിലവിൽ രാവിലെ 4 മുതൽ 6 വരെയും വൈകിട്ട് 2 മണിക്ക് ശേഷവുമാണ് തദ്ദേശീയർക്ക് പ്രത്യേക വരിയിലൂടെ ദർശനം അനുവദിച്ചിരുന്നത്. യോഗത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാന ചിൽഡ്രൻസ് ഫെസ്റ്റിൽ ഉജ്ജ്വല ബാല്യം അവാർഡിന് കേച്ചേരി സ്വദേശി സാമുവൽ സേവ്യർ അർഹനായി. ഓരോ ജില്ലയിൽ നിന്ന് അസാധാരണ കഴിവുകൾ തെളിയിക്കുന്ന ഒരു കുട്ടിക്കാണ് അവാർഡ് സമ്മാനിച്ചത്. കുൻഫു, യോഗ, ടേബിൾ ടെന്നീസ്, മാജിക് എന്നീ മേഖലകളിൽ സാമുവൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ദേവമാത CMI പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സാമുവൽ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി KK ശൈലജയിൽ നിന്ന് ക്യാഷ് അവാർഡും ഫലകവും ഏറ്റുവാങ്ങി. ചേറൂർ പള്ളിമൂലയിൽ 1 കോടി രൂപ ചെലവഴിച്ച് ഭിന്നശേഷിക്കാർക്കുള്ള മികവിന്റെ കേന്ദ്രം ഉടൻ ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷൻ ഒളരിയിൽ സംഘടിപ്പിച്ച ഉണർവ് 2018 ബഡ്സ് ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേരി തോമസ്. ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ പദ്ധതിക്കായി സർക്കാർ 1 ഏക്കർ സ്ഥലം അനുവദിച്ചതായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M പത്മിനി, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VA മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ സർഗശേഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ കഴിവുകളെ കണ്ടെത്തുന്നതിനുമായി സംഘടിപ്പിച്ച ഫെസ്റ്റിൽ 3 ബഡ്സ് സ്കൂളുകളിൽ നിന്നും 6 BRCകളിൽ നിന്നുമുള്ള 100ഓളം കുട്ടികൾ പങ്കെടുത്തു. പങ്കെടുത്തവർക്കെല്ലാം സമ്മാനങ്ങളും വിതരണം ചെയ്തു. രഹസ്യവിവരം നൽകിയ വ്യക്തിക്കെതിരെ നടപടിക്കൊരുങ്ങി പോലീസ്. തന്നെ പരസ്യപ്പെടുത്തിയ നടപടിക്കെതിരെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കുമെന്ന് വിവരം നൽകിയ വ്യക്തി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ ഗൃഹനാഥന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരം നൽകിയ വ്യക്തിക്കെതിരെ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതിനു പുറമെ രഹസ്യവിവരം നൽകിയ വ്യക്തിയെ പരസ്യപ്പെടുത്തിയതായും ആക്ഷേപമുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് ഹൃദയാഘാതം മൂലം മരിച്ച ഗൃഹനാഥന് വീട്ടുവഴക്കിനിടയിൽ മർദ്ദനമേറ്റിരുന്നതായി പ്രദേശത്ത് പ്രചാരണമുണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാതെയാണ് കുന്നംകുളത്തുള്ള സ്വകാര്യ ആശുപത്രി മൃതദേഹം വിട്ടു നൽകിയത്. നടപടികൾ തങ്ങൾ നടത്താമെന്ന് വീട്ടുകാർ എഴുതി നൽകിയതിനെ തുടർന്നാണ് മൃതദേഹം വിട്ടു നൽകിയതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. എന്നാൽ നടപടികൾ കൈക്കൊള്ളാതെ മൃതദേഹം സംസ്കരിക്കാൻ ശ്രമിച്ചത് നാട്ടുകാരിൽ സംശയത്തിനിട നൽകി. നാട്ടുകാർ വിവരം ധരിപ്പിച്ചതിനെ തുടർന്നാണ് പൊതുപ്രവർത്തകനായ വ്യക്തി സംഭവത്തെക്കുറിച്ച് തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയെ വിവരമറിയിച്ചത്. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി സംസ്കാരം തടഞ്ഞ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. അസ്വാഭാവികതയില്ലെന്നും ഹൃദയാഘാതം തന്നെയാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ നൽകിയ പ്രാഥമിക നിഗമനത്തെ തുടർന്നാണ് പോലീസ് മുഖം രക്ഷിക്കാൻ രഹസ്യവിവരം നൽകിയ വ്യക്തിക്കെതിരെ നടപടിക്കൊരുങ്ങുന്നത്. സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് കാണിച്ച് ഇയാളുടെ വീട്ടിൽ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്.
രഹസ്യമായി ലഭിക്കുന്ന വിവരങ്ങൾ ശരിയായാലും തെറ്റായാലും നൽകുന്ന വ്യക്തിയെ പരസ്യപ്പെടുത്തുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുതെന്ന ചട്ടം പാലിച്ചില്ലെന്നാണ് ആരോപണം. തന്നെ പരസ്യപ്പെടുത്തുകയും തനിക്കെതിരെ നോട്ടീസ് അയക്കുകയും ചെയ്ത നടപടിക്കെതിരെ DGP ഉൾപ്പെടെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിവരം നൽകിയ വ്യക്തി. TCV എരുമപ്പെട്ടി. കുന്നുകുളം കാട്ടകാമ്പൽ പെരുന്തിരുത്തിയിൽ സംഘർഷം. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി പെരുന്തിരുത്തി സജിക്ക് പരിക്കേറ്റു. ഇയാളെ കുന്നുകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പാർട്ടി സമ്മേളനത്തിന്റെ പോസ്റ്ററുകൾ പതിക്കാനായി പെരുന്തിരുത്തി സെന്ററിൽ എത്തിയപ്പോൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. സംഭവം സംബന്ധിച്ച് RSS പ്രവർത്തകർക്കെതിരെ കുന്നുകുളം പോലീസിൽ പരാതി നൽകി. BMSന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തൃശൂർ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. പെട്രോൾ ഡീസൽ വിലയുടെ നികുതി സംസ്ഥാന സർക്കാർ കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തിയത്. നായ്ക്കനാലിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ 50ഓളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള പരേഡിന്റെ റിഹേഴ്സൽ നടന്നു. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡ് റിഹേഴ്സലിൽ പോലീസ്, NCC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിഭാഗങ്ങൾ അണിനിരന്നു. തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ദേശീയ പതാക ഉയർത്തും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കളക്ടറേറ്റിൽ സിറ്റിംഗ് നടത്തി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസൽ പരാതികൾ സ്വീകരിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. മുണ്ടശ്ശേരി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ CJ തോമസ് ജന്മശതാബ്ദി അനുസ്മരണം തൃശൂരിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ തൊള്ളൂർ ശശിധരൻ, S. അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മോട്ടോർ വാഹന പണിമുടക്ക് തുടങ്ങി. KSRTC സർവീസിനെ പണിമുടക്ക് ബാധിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. CPIയെ ദുർബലമാക്കി ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്താമെന്ന് ആരും ചിന്തിക്കേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ദേശീയതലത്തിൽ ഇടതൈക്യം വേണ്ടവിധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടില്ലെന്നും കാനം. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ മായം കലർന്ന വെളിച്ചെണ്ണ വിപണിയിലെത്തുന്നു. വെളിച്ചെണ്ണയിൽ കലർത്തുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഓയിലുകൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവത്തിൽ തൃശൂർ കേരളവർമ്മ കോളേജ് മുന്നിട്ട് നിൽക്കുന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജ് തൊട്ടുപിന്നിൽ. വലപ്പാട് ആനവിഴുങ്ങിയിൽ 2 കിലോ കഞ്ചാവുമായി കുപ്രസിദ്ധ ഗുണ്ടാതലവനും കൂട്ടാളിയും അറസ്റ്റിൽ. നടത്തറ കാച്ചേരി സ്വദേശി കുട്ടിക്കടയൻ രാമദാസ്, അടുപ്പുട്ടി സ്വദേശി ജോമോൻ എന്നിവരാണ് പിടിയിലായത്. ഗുരുവായൂർ മഹാരാജ ജംഗ്ഷനിലെ കാനയ്ക്ക് മുകളിൽ സ്ലാബില്ലാത്തത് മൂലം അപകട ഭീഷണിയേറി. പരസ്പരം പഴിചാരി അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിൽ പ്രതിഷേധം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോയ ലൂക്കാസ്,